നമസ്കാരം, ഞാൻ അശോക് നാരായൺ. ജാനുവരി 4 വേൾഡ് ഹിപ്നോസിസ് ഡേ. ലോകം മുഴുവൻ ഹിപ്നോസിസിനെ ആചരിക്കുന്ന ഒരു ദിവസമാണ് ജാനുവരി 4. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഹിപ്നോസിസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം എന്ന് കരുതുന്നു. 1700 കാലഘട്ടങ്ങളിലാണ് ഹിപ്നോസിസ് ആദ്യമായിട്ട് അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ കൂടുതൽ ഉപയോഗ രീതികളെക്കുറിച്ചുമൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. ഡോക്ടർ ആൻ്റൺ മെസ്മർ ആയിരുന്നു ഹിപ്നോസിസിൻ്റെ സാധ്യതകളെ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ ശ്രമിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആൻ്റൺ മെസ്മർ അതിനെ സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഹിപ്നോസിസിനെ മറ്റൊരു വിധത്തിലായിരുന്നു അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത്. അതായത് അമാനുഷികമായിട്ടുള്ള എന്തോ ശക്തി അല്ലെങ്കിൽ അസാധാരണമായ വിധത്തിൽ കണ്ണുകളിൽ നിന്നോ കൈവിരലുകളിൽ നിന്നോ ഒക്കെ പ്രവഹിക്കുന്ന ചില കാന്തിക തരംഗങ്ങൾ. അപ്പോൾ ഈ തരംഗങ്ങൾ മുന്നിൽ നിൽക്കുന്ന വ്യക്തികളുടെ ശരീരത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തിലൂടെ അവരെ ഒരർത്ഥമയക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അർത്ഥബോധാവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നായിരുന്നു അദ്ദേഹം കരുതിയിരുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് വന്ന മറ്റു പലരും, പ്രമുഖരായിട്ടുള്ള മറ്റു പലരും ഈ മേഖലയിൽ നടത്തിയ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ എല്ലാം ഫലമായിട്ട് ഹിപ്നോസിസ് ശരിക്കും എന്താണ്, അതിൻ്റെ ശാസ്ത്രീയത എന്താണ്, ഏത് വിധത്തിലാണ് ഹിപ്നോസിസ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് തുടങ്ങിയവയെക്കുറിച്ചെല്ലാം വളരെ ആഴത്തിൽ ഉള്ള പഠനങ്ങൾ നടന്നു. മാത്രമല്ല ഇന്ന് ആ ഒരു കാലഘട്ടത്തിൽ തിരിച്ചറിഞ്ഞതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെയധികം മുന്നോട്ട് തന്നെ, വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ, ആധികാരികമായിട്ട് തന്നെ ധാരാളം പഠനങ്ങൾ ഹിപ്നോസിസിൽ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളിൽ ഭൂരിഭാഗം വ്യക്തികളും, അതായത് ഒരു ശരാശരി വ്യക്തികളിൽ ഭൂരിഭാഗവും ഹിപ്നോസിസിനെ മനസ്സിലാക്കിയിരിക്കുന്നത് പലപ്പോഴും മജീഷ്യന്മാരിൽ നിന്നും അതുപോലെ തന്നെ കഥകളിൽ നിന്നും സിനിമകളിൽ നിന്നുമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരുപാട് അതിഭാവുകത്വം നിറഞ്ഞ കഥകളാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത് ഹിപ്നോസിസ് എന്നുള്ള വ്യാജേന, അല്ലേ? അപ്പോൾ ആ വിധത്തിൽ കഥകളിലൂടെയോ സിനിമകളിലൂടെയോ അല്ലെങ്കിൽ ആധികാരികമല്ലാത്ത വ്യക്തികളിലൂടെയോ കേട്ടുകേൾവികളിലൂടെയോ ഒക്കെ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഹിപ്നോസിസിന് ഒരു അസാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ അമാനുഷികമോ അതീന്ദ്രിയമോ ഒക്കെ ആയിട്ടുള്ള ഒരു മേഖലയായിട്ടാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതീന്ദ്രിയവും അമാനുഷികവുമായതുകൊണ്ട് തന്നെ നമുക്കൊന്നും അത് പഠിക്കാൻ സാധ്യമല്ല, പരിശീലിക്കാൻ സാധ്യമല്ല. മാത്രമല്ല അതിൻ്റെ സാധ്യതകൾ എത്രമാത്രമാണ് എന്നുള്ളത് പോലും തിരിച്ചറിയാൻ ഇതുവരെ ഭൂരിഭാഗം വ്യക്തികൾക്കും സാധിച്ചിട്ടില്ല. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഹിപ്നോസിസിൻ്റെ സാധ്യതകളെ അറിഞ്ഞോ അറിയാതെയോ എല്ലാം നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ളതല്ലേ. നമ്മൾ കാണുന്ന പരസ്യങ്ങൾ വളരെയധികം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഹിപ്നോട്ടിക് വേർഡ്സ് അതിൽ നമ്മൾ അറിയാതെ തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ആചാരപരമായിട്ടുള്ള പലതും അതിൻ്റെ അടിസ്ഥാനം ഹിപ്നോസിസ് തന്നെയാണ്. അപ്പോൾ എന്താണ് ഹിപ്നോസിസ് എന്ന് ലളിതമായിട്ട് അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ ഒറ്റ വരിയിൽ ചുരുക്കി പറയുകയാണെങ്കിൽ അതിൻ്റെ നിർവചനം ഇങ്ങനെയാണ്: സ്വയമോ മറ്റൊരു വ്യക്തിയുടെയോ നിർദ്ദേശങ്ങളിലൂടെ രൂപം കൊള്ളുന്ന മറ്റൊരു മാനസികാവസ്ഥ, അതാണ് ഹിപ്നോസിസ്. അപ്പോൾ സ്വയം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ചിന്തകൾ തന്നെ നമ്മളെ മറ്റൊരു മാനസികാവസ്ഥയിലേക്ക് നയിച്ചേക്കാം. അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ വാക്കുകളോ വരികളോ നമ്മളിൽ ഉണർത്തുന്ന ചിന്തകളെ, നമ്മളിൽ ഉണർത്തുന്ന മാനസിക വികാര വിചാരങ്ങളും നമ്മളെ മറ്റൊരവസ്ഥയിലേക്ക് നയിച്ചേക്കാം. ഇതെല്ലാം ഹിപ്നോസിസ് തന്നെയാണ്. മുൻപുള്ള പല വീഡിയോകളിലും അതേക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇനി എന്താണ് ശരിക്കും നമുക്ക് ഹിപ്നോസിസ് കൊണ്ടുള്ള ശരിക്കും പ്രയോജനം? നമ്മൾ ഹിപ്നോസിസ് പഠിക്കുന്നത് കൊണ്ട്, പരിശീലിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഹിപ്നോസിസിന് വിധേയമാവുന്നത് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്ന് നോക്കാം. അതായത് നോക്കൂ, ഒരു വ്യക്തിയെ അതാത് വ്യക്തിയാക്കി മാറ്റിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ്, അല്ലേ? ചിന്തകൾ രൂപം കൊള്ളുന്നത് മനസ്സിലാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വ്യത്യാസം വരുത്തണമെങ്കിൽ, ഏതെങ്കിലും വിധത്തിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലൊരു വ്യത്യാസം വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൊരു വ്യത്യാസം വരുത്തണമെങ്കിൽ, പെരുമാറ്റത്തിലൊരു വ്യത്യാസം വരുത്തണമെങ്കിൽ, അതുപോലെ തന്നെ ശാരീരികമായിട്ട് ബോധപൂർവം തന്നെ വ്യക്തികളിൽ ചില പരിവർത്തനങ്ങൾ വരുത്താൻ ഹിപ്നോസിസിലൂടെ സാധിക്കും. നോക്കൂ, ഒരു വ്യക്തിയിൽ ആത്മവിശ്വാസം വളർത്താൻ അല്ലെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ, അതുപോലെ തന്നെ ധൈര്യം വർദ്ധിപ്പിക്കാൻ, മറ്റുള്ള വ്യക്തികളുമായിട്ട് ഇടപഴകുന്ന രീതികളിൽ നല്ല വ്യത്യാസങ്ങൾ സംഭവിപ്പിക്കാൻ, അതുപോലെ തന്നെ ശാരീരികമോ മാനസികമോ വൈകാരികമോ ഒക്കെയായിട്ടുള്ള ചില നല്ല പരിവർത്തനങ്ങൾ ഒരു വ്യക്തിയിൽ വരുത്താൻ ഹിപ്നോസിസിലൂടെ സാധിക്കും. വളരെ സിമ്പിളി പറയുന്നത്, ഒരു വ്യക്തിയിലൂടെ നിരന്തരം കടന്നു പോകുന്ന ചിന്തകൾ പിന്നീട് വാക്കുകളായിട്ടും, അതുപോലെ നിരന്തരം ആവർത്തിക്കപ്പെടുന്ന വാക്കുകൾ പിന്നീട് പ്രവൃത്തികളായിട്ടും, ആ പ്രവൃത്തികൾ വ്യക്തികളുടെ സ്വഭാവമായിട്ടും, ആ സ്വഭാവമാണ് പിന്നീട് വ്യക്തിത്വമായിട്ടും എല്ലാം മാറുന്നത്. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ പരിവർത്തനം സംഭവിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചിന്തകളിലാണ് ആദ്യം മാറ്റം വരുത്തേണ്ടത്. നമുക്ക് ഹിപ്നോസിസിലൂടെ തീർച്ചയായും ഒരു വ്യക്തിയുടെ ചിന്തകളിൽ അടിസ്ഥാനപരമായിട്ട് മാറ്റം വരുത്താൻ സാധിക്കും. അപ്പോൾ ചിന്തകളിൽ മാറ്റം വരുത്തുന്നതിലൂടെ വ്യക്തിത്വത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. അപ്പോൾ ഈ വ്യക്തിത്വമാണ് വാസ്തവത്തിൽ ഒരു വ്യക്തിയുടെ വിധിയായിട്ട് പിന്നീട് രൂപം കൊള്ളുന്നത്. അപ്പോൾ നോക്കൂ, നമുക്ക് ഹിപ്നോസിസിലൂടെ ഒരു വ്യക്തിയുടെ വിധിയിൽ പോലും മാറ്റം വരുത്താൻ സാധിക്കും, അല്ലേ? നമുക്കറിയാം, എല്ലാ വ്യക്തികളും ജനിക്കുന്നത് ഏകദേശം സമന്മാരായിട്ട് തന്നെയാണല്ലേ. പക്ഷേ പിന്നീട് അതാത് വ്യക്തികളുടെ ജീവിതത്തിൽ ഉയർച്ചകളും അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുമൊക്കെ ആക്കി മാറ്റുന്നതോ ആയിത്തീരുന്നതോ അതാത് വ്യക്തികളിലൂടെ കടന്നു പോകുന്ന ബോധപൂർവമോ അല്ലാതെയുള്ള ചിന്തകൾ കൊണ്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയിലൂടെ കടന്നു വന്നിരിക്കുന്ന ചിന്തകളെ, അനുകൂലമല്ലാത്ത ചിന്തകളെ അനുകൂലമാക്കി മാറ്റാനും, അനുകൂലമാക്കിയിട്ട് ഒന്ന് തിരുത്തി എഴുതാനും, അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ചിന്തകളെ കൂടുതൽ ശക്തമാക്കാനുമെല്ലാം ഹിപ്നോസിസിലൂടെ സാധിക്കും. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു വ്യക്തിയിലുണ്ടാകുന്ന ശാരീരിക രോഗങ്ങളിൽ പോലും വളരെ വലിയൊരു ശതമാനം സംഭവിക്കുന്നത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലേ. അതായത് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്, മാനസികമായ വൈകല്യങ്ങളാലുണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന അസ്വസ്ഥതകളെ ഹിപ്നോസിസിലൂടെ പരിഹരിക്കാൻ സാധിക്കും. മാത്രമല്ല, ശാരീരികമായിട്ടുള്ള രോഗങ്ങളിൽ പോലും വലിയൊരു ഭാഗത്തിൻ്റെ കാരണമായിരിക്കുന്നത് മനസ്സും ചിന്തകളും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ വിധത്തിൽ മാനസിക പരിവർത്തനം സംഭവിപ്പിക്കുന്നതിലൂടെ ആ വിധത്തിലുള്ള രോഗങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റാനോ, അതല്ല എങ്കിൽ മറ്റ് ചികിത്സാ മാർഗങ്ങളോടൊപ്പം തന്നെ ഹിപ്നോസിസും കൂടി അപ്ലൈ ചെയ്തുകൊണ്ട് വളരെ വേഗം തന്നെ രോഗവിമുക്തി വരുത്താൻ ഉറപ്പായിട്ടും സാധിക്കും. ഇനി ആത്മവിശ്വാസം, ധൈര്യം തുടങ്ങിയ കാര്യങ്ങളെ വർദ്ധിപ്പിക്കുന്ന ആ ഒരു കാര്യത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, സ്റ്റേജ് ഫിയർ വളരെയധികം വ്യക്തികളിൽ കണ്ടുവരുന്ന ഒരു അസ്വസ്ഥതയാണ്, അല്ലെങ്കിൽ ഒരവസ്ഥയാണ് സ്റ്റേജ് ഫിയർ എന്ന് പറയാം. വ്യക്തികൾ എത്രമാത്രം കഴിവും അറിവും ഒക്കെ ഉള്ളവർ തന്നെയാണെങ്കിൽ പോലും അവർക്ക് അത് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ, അത് മറ്റുള്ളവരുമായിട്ട് വേണ്ട വിധത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ, ഒരു സ്റ്റേജിൽ പോയി നിന്ന് അതാത് കഴിവുകളും അറിവുകളുമൊക്കെ പ്രകടിപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒരു മൺകുടത്തിനുള്ളിൽ തെളിയിച്ച് വെച്ച ഒരു വിളക്ക് പോലെ ആർക്കും ഉപകാരമില്ലാതെ അത് കുറച്ച് നാൾ അവിടെ നിലനിന്ന് അവസാനമില്ലാതായിപ്പോവും. ഇതല്ലേ സംഭവിക്കുക? അപ്പോൾ ഒരു വ്യക്തിയിൽ സ്റ്റേജ് ഫിയർ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ആ വ്യക്തിയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട്, ആ വ്യക്തിയിൽ അസാധാരണമായ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഹിപ്നോസിസിലൂടെ സാധിക്കും. ഇത് പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യം ഓർമ്മ വരുന്നുണ്ട്, ഒരു സംഭവം ഓർമ്മ വരുന്നുണ്ട്. എൻ്റെ അടുത്ത് ഹിപ്നോസിസ് പരിശീലിച്ചു പോയ ഒരു വ്യക്തി കുറച്ച് കാലത്തിന് ശേഷം പിന്നീടൊരിക്കൽ വിളിച്ചു. വളരെ സന്തോഷത്തോടു കൂടിയാണ് വിളിച്ചത്. എന്നിട്ട് അദ്ദേഹം വിശേഷങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് എന്നോട് പറയുകയാണ്, സാർ ഒരു സന്തോഷം അറിയിക്കാനാണ് വിളിച്ചത്. ഞാൻ ചോദിച്ചു, എന്താണ് സന്തോഷം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സഹോദരി ബി.എഡിന് പഠിക്കുകയായിരുന്നു. വളരെ മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടി, നന്നായിട്ട് പഠിക്കും, നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും ഒക്കെയാണ്. പക്ഷേ
ഈ ബി എഡ് പഠനകാലത്തിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിൽ ഒരു ദിവസം ഇവൾ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് വന്നു. വൈകുന്നേരം വളരെ സങ്കടപ്പെട്ടുകൊണ്ട് വന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇനി പഠിക്കാൻ പോകുന്നില്ല, ഇന്നത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് ബി എഡ് പഠനം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വളരെ സമാധാനത്തോടു കൂടി സഹോദരിയോട് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അടുത്ത ദിവസം എനിക്ക് ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ട്, അതായത് മറ്റ് സ്ഥാപനങ്ങളിൽ അധ്യാപകരുടെ മുന്നിൽ വെച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് കാണിക്കണം, ഒരു ക്ലാസ് എടുത്ത് കാണിക്കണം, അതാണ് അടുത്ത ദിവസം ചെയ്യേണ്ടത്. പക്ഷേ എനിക്കതിന് സാധ്യമല്ല, കാരണം എനിക്കെല്ലാം അറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് അറിയാം കാര്യങ്ങൾ. പക്ഷേ അത് ഒരു വേദിയിൽ പെർഫോം ചെയ്യാൻ, പ്രത്യേകിച്ച് ഇത്രയും പേരുടെ മുന്നിൽ, പ്രത്യേകിച്ച് പ്രഗത്ഭരായ ഇത്രയും പേരുടെ മുന്നിൽ അത് പെർഫോം ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ തലചുറ്റി വീണു പോകും, എനിക്ക് വാക്കുകൾ പുറത്തേക്ക് കിട്ടില്ല, അതുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു പോകും. സോ ഞാൻ നീ പോകുന്നില്ല, ദയവായിട്ട് എന്നോട് ക്ഷമിക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ. അപ്പോൾ അദ്ദേഹം എല്ലാം കേട്ടിരുന്നു. എന്നിട്ട് വളരെ സ്നേഹത്തോടു കൂടി സഹോദരിയോട് ചോദിച്ചു, നീ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചുവോ, നന്നായിട്ട് അറിയോ? അപ്പോൾ സഹോദരി പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ അത് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ മാത്രമാണ് എനിക്ക് സാധിക്കാത്തത് എന്ന്. അപ്പോൾ അദ്ദേഹം സഹോദരിയോട് ചോദിച്ചു, അങ്ങനെ പെർഫോം ചെയ്യാനുള്ള ഒരു കഴിവ് ഞാൻ നിന്നിൽ ഉണ്ടാക്കി തന്നാൽ, അല്ലെങ്കിൽ ഞാൻ നിന്നിൽ വർദ്ധിപ്പിച്ച് തന്നാൽ നിനക്കത് സാധിക്കില്ലേ? അപ്പോൾ സഹോദരി അല്പം സന്തോഷത്തോടു കൂടിയും എന്നാൽ ആകാംക്ഷയോടും കൂടിയും ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അതെങ്ങനെ സാധ്യമാകും? മാത്രമല്ല നാളെയാണ് എനിക്കത് പെർഫോം ചെയ്യേണ്ടത്, ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ അതെങ്ങനെ സാധ്യമാകുമെന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നമുക്ക് വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഈ സഹോദരിയെ ഹിപ്നോസിസിന് വിധേയമാക്കി. അദ്ദേഹം പറയുന്നത് ആകെ ഒരു 30 മിനിറ്റോ 45 മിനിറ്റോ ഉള്ളൊരു സെഷൻ സഹോദരിയെ ഹിപ്നോസിസിന് വിധേയമാക്കിയിട്ട് അവരിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു കഴിവ്, അതുപോലെ തന്നെ അവരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു, ധൈര്യം വർദ്ധിപ്പിച്ചു. ഇതിനെല്ലാം വളരെ കൃത്യമായിട്ട് ആ വേദിയിൽ പെർഫോം ചെയ്യുന്നതായിട്ടുള്ള ഒരു ഇമാജിനേഷനും ശക്തമായിട്ട് ഈ സഹോദരിയുടെ മനസ്സിൽ കൊടുത്തു. സഹോദരി ഇതൊന്നും അറിയുന്നില്ല, അവർ ഹിപ്നോസിസിലാണ്, അർദ്ധമയക്കത്തിലാണ്. എന്തു തന്നെ ആയാലും അത് കഴിഞ്ഞ് അവരെ ഉണർത്തിയപ്പോഴേക്ക് തന്നെ അവരിലെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചിരുന്നു, അവരുടെ മനോഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. അതിനുശേഷം അടുത്ത ദിവസം വളരെ സന്തോഷത്തോടു കൂടി, വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ സഹോദരി സ്കൂളിലേക്ക് പോയി. ഒരു ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു അത്രേ, അവർക്ക് വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റി, വളരെ ഗംഭീരമായിട്ട് മറ്റെല്ലാവരെക്കാളും ഭംഗിയായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റി. മാത്രമല്ല അവരോടൊപ്പം പഠിച്ച മറ്റ് സഹപാഠികൾക്കും മറ്റ് അധ്യാപകർക്കും എല്ലാം അത്ഭുതം തോന്നിയത്രേ അവരുടെ ഒരു പെർഫോമൻസിൽ. എന്തു തന്നെയായാലും അതിൽ വളരെയധികം സന്തോഷം, ആ സന്തോഷം അറിയിക്കാനായിരുന്നു അദ്ദേഹം എന്നെ വിളിച്ചത്. നോക്കൂ, അദ്ദേഹം തന്നെ പറയുകയാണ്, മറ്റ് എന്ത് സമീപന രീതിയിലൂടെയാണ് ഇത്ര പെട്ടെന്നൊരു വ്യക്തിയിൽ ഇങ്ങനൊരു മാറ്റം സംഭവിപ്പിക്കാൻ സാധിക്കുക, അല്ലേ? ഇനി മറ്റൊന്ന്, ഒരുപക്ഷെ അദ്ദേഹത്തിന് ഹിപ്നോസിസ് അറിയില്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഒരു പെൺകുട്ടിയുടെ ഭാവി, അല്ലേ, അതോടുകൂടി ഇല്ലാതായി പോവില്ല. അവർ ഈ 2-3 വർഷത്തെ അവരുടെ പഠനകാലം അവർക്ക് ഉപയോഗശൂന്യമായി പോവില്ലായിരുന്നു. ഇപ്പോൾ എത്രയോ പേർക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും, ഇതുപോലെയുള്ള നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട്. നോക്കൂ, നിസ്സാരമെന്ന് നമ്മൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാത് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് അല്പം പോലും നിസ്സാരമല്ല, നമുക്കറിയാം. ഇതാണ് ഹിപ്നോസിസിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്, അത്ഭുതകരമായിട്ടുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു വീട്ടിൽ ഒരു വ്യക്തിയെങ്കിലും ഹിപ്നോസിസ് പഠിച്ചിട്ടുണ്ടാകണം. ഒരു വീട്ടിൽ ഒരു വ്യക്തിയെങ്കിലും നിർബന്ധമായിട്ടും ഹിപ്നോസിസ് പഠിച്ചിട്ടുണ്ടാകണം. നോക്കൂ, പഠിക്കണമെന്ന് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും, അത് ഏത് പ്രായമായിക്കോട്ടെ, എന്ത് ജോലി ചെയ്യുന്ന വ്യക്തിയുമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയായിക്കോട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അതെന്തുമായിക്കോട്ടെ, നമ്മുടെ സ്വന്തം ഭാഷയായിട്ടുള്ള മലയാളത്തിൽ വളരെ ലളിതമായിട്ട് ആർക്കും പഠിക്കാവുന്ന വിധത്തിൽ ഹിപ്നോസിസ് അത്രമാത്രം ലളിതമാണ്. നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കാം, അതിനുള്ള അവസരമുണ്ട്. അതിന് ഈ കാണിച്ചിരിക്കുന്ന ഈ 7736298611 എന്നുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇനി അതുപോലെ തന്നെ നമുക്ക് സ്വയം ഹിപ്നോസിസിന് വിധേയമാകാൻ സാധിക്കും. അതിനെ സെൽഫ് ഹിപ്നോസിസ് എന്നാണ് പറയുന്നത്. സ്വയം ഹിപ്നോസിസിന് വിധേയമാകുന്നത് കൊണ്ട് എന്താണ് ഗുണം?
സ്വയം ഹിപ്നോസിസിന് വിധേയമായാലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെയും സാധ്യമാണ്. അതായത് നമ്മുടെ മനസ്സ് നല്ല റിലാക്സ്ഡ് ആക്കാൻ പറ്റും, നല്ല ശാന്തമാക്കാൻ പറ്റും. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് നമുക്കറിയാം ഉറക്കക്കുറവുണ്ടാകും. ഉറക്കക്കുറവിന് ഒരുപാട് കാരണങ്ങളുണ്ടാകും. ശാരീരികവും മാനസികവും വൈകാരികവും ഒക്കെ ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായ ധാരാളം കാരണങ്ങളുണ്ടാകാം. പക്ഷേ എന്തു തന്നെയായാലും ഇതിനെല്ലാം ലഘൂകരിച്ചുകൊണ്ട് വളരെ കംഫർട്ടബിളായിട്ട് ഉറക്കത്തിലേക്ക് പോകാൻ, നല്ല ശാന്തമായ ഉറക്കത്തിലേക്ക് പോകാൻ സെൽഫ് ഹിപ്നോസിസ് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങളിൽ ആത്മവിശ്വാസം വളർത്താൻ, ധൈര്യം വളർത്താൻ, അതുപോലെ മറ്റ് കഴിവുകളെ വളർത്താൻ, ശാരീരികമോ മാനസികമോ വൈകാരികമോ ഒക്കെ ആയിട്ടുള്ള ഏതെങ്കിലും അസ്വസ്ഥതകൾ പരിഹരിക്കേണ്ടതുണ്ട് എങ്കിൽ അതിനെ പരിഹരിക്കാനെല്ലാം സെൽഫ് ഹിപ്നോസിസ് ഉപയോഗപ്പെടുത്താം. സെൽഫ് ഹിപ്നോസിസ് എന്താണ് എന്നും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഇതിന് മുൻപുള്ള 2 വീഡിയോകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ വീഡിയോകൾ ഐബോക്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യാം. നിർബന്ധമായിട്ടും അത് കാണൂ. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളിലെ അത്ഭുതകരമായിട്ടുള്ള മാറ്റം സംഭവിപ്പിക്കാൻ സെൽഫ് ഹിപ്നോസിസിലൂടെ സാധിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ വ്യക്തികൾക്കിടയിലുള്ള ചില പ്രശ്നങ്ങൾ, കുടുംബ ബന്ധങ്ങൾക്കിടയിലുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറയുന്നത് ചില വ്യക്തികളിലൂടെ കടന്നു പോകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ഇവയെല്ലാം അവരവരിൽ ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ, ആ ആഘാതങ്ങൾ കാരണം മറ്റൊരു വിധത്തിൽ അവർ കൂടെയുള്ളവരോട് പെരുമാറുന്നത്, ഇതെല്ലാമാണ് അല്ലേ. വളരെ തമാശയുള്ളൊരു കഥ ഞാൻ ചില ക്ലാസ്സുകളിൽ പറയാറുണ്ട്. അതായത് ഒരു ഭർത്താവ് ഓഫീസിലെ ബോസിൻ്റെ അടുത്ത് നിന്ന് കുറേ വഴക്കും ശകാരവും എല്ലാം കേട്ടിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സാകെ സംഘർഷത്തിലാണ്. അപ്പോൾ ഇത് എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കണ്ടേ, ഈ ബോസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ഈ മാനസിക അസ്വസ്ഥത എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കണ്ടേ. അപ്പോൾ അദ്ദേഹം നേരെ ഭാര്യയോട് പറഞ്ഞു, ഒരു കപ്പ് കോഫി എടുക്കുമെന്ന് പറഞ്ഞു. ഭാര്യ കോഫി എടുക്കാൻ പോയി. പക്ഷേ നിർഭാഗ്യവശാൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു 2-3 മിനിറ്റ് താമസിച്ചു പോയി എന്നിരിക്കട്ടെ കോഫി എടുക്കാൻ. അപ്പോൾ ഇദ്ദേഹം അടുക്കളയിലേക്ക് നോക്കി അലറി, ഞാൻ കോഫി പറഞ്ഞിട്ട് കുറേ സമയമായി കിട്ടിയില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീട്ടമ്മ പറഞ്ഞു, ഞാനിപ്പോൾ കൊണ്ടുത്തരാമെന്ന് പറഞ്ഞു. വീണ്ടും 1 മിനിറ്റ് കൂടി മുന്നോട്ട് പോയപ്പോഴേക്കും ഈ അലർച്ച മറ്റൊരു വിധത്തിലേക്ക് വഴിമാറി വീണ്ടും. അപ്പോൾ ഈ വീട്ടമ്മയ്ക്ക് തീർച്ചയായിട്ടും ദേഷ്യം പിടിച്ചു. അവരുടെ മനസ്സും മറ്റൊരു വിധത്തിലേക്ക് വഴുതി വീണു. അവർ തമ്മിൽ വഴക്കായി അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീട്ടമ്മയുടെ മനസ്സിൽ ഒരു അസ്വസ്ഥത വന്നു. അവരുടെ മനസ്സിലും സംഘർഷവും സമ്മർദ്ദവും എല്ലാം നിറഞ്ഞു. അപ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് സ്കൂളിൽ പഠിക്കുന്ന മകൻ കടന്നു വരുന്നത്. അപ്പോൾ നേരെ അവനോടായി ബഹളം. പല കാര്യങ്ങളും പറയും. നിങ്ങൾക്കറിയാം, ഒരു കുട്ടിയോട് ഏതെല്ലാം വിധത്തിൽ ചാടിക്കയറാൻ പറ്റും, ഏതെല്ലാം വിധത്തിൽ അവനെ വഴക്ക് പറയാൻ പറ്റും, ഏതെല്ലാം വിധത്തിൽ അതിനുള്ള കാരണങ്ങളെല്ലാം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അപ്പോൾ ആ വിധത്തിൽ അവനോട് തട്ടിക്കയറി. അപ്പോൾ അവൻ്റെ മനസ്സ് സ്വാഭാവികമായിട്ടും സംഘർഷം നിറഞ്ഞു, സമ്മർദ്ദത്തിലായി. അന്ന് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. അതുപോലെ അന്നത്തെ രാത്രി അവൻ ഉറങ്ങാൻ പറ്റുന്നില്ല. കിടന്നിട്ടിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അമ്മയിൽ നിന്ന് കിട്ടിയ ഈ വാക്കുകൾ, അതവനിലുണ്ടാക്കിയ സംഘർഷം എല്ലാം കൊണ്ട് അവൻ കാത്തിരിക്കുകയാണ്, ഇത് നാളെ ഞാൻ എവിടെ കൊണ്ടിറക്കി വെക്കും. ഇവൻ നാളെ രാവിലെ നേരത്തെ തന്നെ സ്കൂളിലേക്ക് പോയി അവൻ്റെ കൂട്ടുകാരനെ പിടികൂടി അവൻ്റെ മുതുകത്ത് ഈ സംഘർഷവും സമ്മർദ്ദവും എല്ലാം ഇറക്കി വെച്ചു. അപ്പോൾ കൂട്ടുകാരൻ്റെ മനസ്സ് അസ്വസ്ഥമായിട്ട് അവനിങ്ങനെ ആലോചിക്കുക, ഇത് ഞാൻ എവിടെ ഇറക്കി വയ്ക്കും എന്നുള്ളത്. അവൻ നേരെ വൈകുന്നേരം വീട്ടിലേക്ക് പോയി. പപ്പ ഓഫീസിൽ നിന്ന് വരുന്നത് കാത്ത് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. പപ്പ ഓഫീസിൽ നിന്ന് വന്നതോടുകൂടി അവൻ നേരെ പപ്പയുടെ മെക്കിട്ട് കയറാൻ തുടങ്ങി, അച്ഛൻ്റെ മെക്കിട്ട് കയറാൻ തുടങ്ങി. നേരെ അവിടെ ഇറക്കി വെച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ അച്ഛനാണ് നേരത്തെ പറഞ്ഞ ഓഫീസിലെ മാനേജർ, ഓഫീസിലെ ബോസ് എന്നൊന്ന് കരുതി നോക്കൂ. അങ്ങനെയാണെങ്കിൽ ബോസ് നാളെ എന്ത് ചെയ്യും? ഇതേ കാര്യം വീണ്ടും ആവർത്തിക്കും. ഈ കുട്ടിയുടെ അച്ഛനിലേക്ക് അതിറക്കി വയ്ക്കും, അച്ഛൻ അമ്മയിലേക്ക്, അമ്മ ഈ കുട്ടിയിലേക്ക്, കുട്ടി സുഹൃത്തിലേക്ക്, സുഹൃത്ത് വീണ്ടും അച്ഛനിലേക്ക്. ഇതിങ്ങനെ ഒരു ചാക്രികമായിട്ടുള്ള പ്രവർത്തനമായിട്ട് തുടർന്നു കൊണ്ടേയിരിക്കും. ഒരിക്കലും ഇതിന് അവസാനം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഇതിലുള്ള ഒരു കണ്ണിയാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഹിപ്നോസിസ് അറിയാം, നിങ്ങൾക്കറിയാം നിങ്ങളിലേക്ക് വന്ന മാനസിക സമ്മർദ്ദത്തെ, മാനസിക സംഘർഷത്തെ എങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാമെന്നിരിക്കട്ടെ. നിങ്ങളെന്താ ചെയ്യുക? വളരെ കംഫർട്ടബിളായിട്ട് ഒരിടത്തിരിക്കും. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് സെൽഫ് ഹിപ്നോസിസ് അതിലേക്ക് ഏർപ്പെടും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബോസ് നിങ്ങളിലേക്ക് തന്ന സമ്മർദ്ദം, അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യയോ തന്ന സമ്മർദ്ദം, കൂട്ടുകാരനോ കൂട്ടുകാരിയോ തന്ന സമ്മർദ്ദം, അയൽക്കാരിയോ തന്ന സമ്മർദ്ദം, എന്തുമായിക്കോട്ടെ, അത് ഒരു ഹിമകണം പോലെ അലിഞ്ഞ് നേർത്ത് ഇല്ലാതായി പോവും. നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തവും സ്വസ്ഥവും സമാധാനപൂർണവുമാകും. അത്ര
എത്ര മനോഹരം. അപ്പോൾ ഈ കണ്ണി അവിടെ ബ്രേക്കായി, അത് പിന്നെ തുടരില്ല. അപ്പോൾ അതിൻ്റെ പ്രയോജനം ആർക്കെല്ലാം കിട്ടും, ഏതെല്ലാം കുടുംബങ്ങളിൽ, ഏതെല്ലാം വിധത്തിൽ അത് കിട്ടും. ഇതാണ് ഹിപ്നോസിസിൻ്റെ ഒരു സാധ്യതയും ഒരു മനോഹാരിതയും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയാറുണ്ട്, നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാകാറുണ്ട് ഇല്ലേ? അപ്പോൾ നമുക്കറിയാം ഒരു പനി വന്നാൽ എന്ത് മരുന്നെടുക്കാൻ പറ്റും, എന്ത് മരുന്ന് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഹെഡേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏത് മരുന്നെടുത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നെല്ലാം നമുക്കറിയാം. ഇനി അഥവാ നമ്മുടെ അടുത്തൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇല്ല എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിലോ നമ്മൾ നേരെ പോയിട്ട് ഒരു മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞിട്ട് മരുന്ന് വാങ്ങും. തലവേദനയാണ്, അല്ലെങ്കിൽ പനിയാണ്, കൂട്ടത്തിൽ തൊണ്ടവേദനയുണ്ട്, ഇതെല്ലാം പറഞ്ഞിട്ട് മരുന്ന് വാങ്ങും. അവിടെ നിന്നും ഒരുപക്ഷെ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കാണും. അവിടെ നിന്ന് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അടുത്ത ഡോക്ടറെ, അങ്ങനെ ഏത് എക്സ്ട്രീം ലെവൽ, ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെ വേണമെങ്കിലും നമ്മൾ പോകും. എത്രമാത്രം ടെസ്റ്റുകൾ വേണമെങ്കിലും നമ്മൾ ചെയ്യും. പക്ഷേ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ഇന്നത്തെ രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല, നാളെയും ഉറങ്ങാൻ സാധിച്ചില്ല, മറ്റന്നാളും ഉറങ്ങാൻ സാധിച്ചില്ല എന്നിരിക്കട്ടെ. നമ്മുടെ മെഡിസിൻ ബോക്സിൽ എന്ത് മരുന്നാണുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? ഒരു മരുന്നുമില്ല. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളുടെ ഉറക്കക്കുറവിന് ഉള്ളൊരു മരുന്ന് കിട്ടുമോ? സാധ്യതയില്ല അല്ലേ? ഇനി ഈ ഒരു കാരണം പറഞ്ഞിട്ട് നിങ്ങളിൽ എത്ര പേര് ഒരു ഡോക്ടറെ കാണാൻ പോകും, കൺസൾട്ട് ചെയ്യാൻ തയ്യാറാകും? മെജോറിറ്റിയും ഉണ്ടാവില്ല. കാരണം ഈ ഒരു ആവശ്യത്തിന് നിങ്ങൾക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ അതൊരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്യാട്രിസ്റ്റിനെയോ ഒക്കെ ആയിരിക്കും അല്ലേ? അതിനെത്ര പേര് തയ്യാറാകും? അത് മറ്റൊരു കാര്യമാണ്, ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഒരു വലിയ തെറ്റിദ്ധാരണ അവിടെയുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നൊരിക്കൽ പോകാം, അല്ലെങ്കിൽ വിഷയം വഴി മാറിപ്പോകും. പക്ഷേ നമുക്ക് ഹിപ്നോസിസ് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു കുടുംബാംഗത്തിന് ഹിപ്നോസിസ് അറിയാമെങ്കിൽ, നിങ്ങളിൽ ഉടലെടുത്ത മാനസിക സമ്മർദ്ദത്തെയോ മാനസിക സംഘർഷത്തെയോ ഒക്കെ ലഘൂകരിച്ചുകൊണ്ട്, ആവശ്യമെങ്കിൽ അതിൻ്റെ കാരണങ്ങളെ ശരിയായ വിധത്തിൽ കണ്ടെത്തിക്കൊണ്ട് തന്നെ അതിനെ ലഘൂകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സുഖകരമായ ഒരു ഉറക്കത്തിലേക്ക് നിങ്ങളെത്തിക്കാൻ ഒരു ഹിപ്നോട്ടിസ്റ്റിന് സാധിക്കും. ഇത് വളരെ വലിയൊരു സാധ്യത തന്നെയാണ്. ഇനി അതുപോലെ തന്നെ ഹിപ്നോട്ടിക് വേർഡ്സ് നേരത്തെ സൂചിപ്പിച്ചു. അതായത് ശരിയായ വിധത്തിൽ ചില ഹിപ്നോട്ടിക് വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആശയവിനിമയം നടത്തുന്നതിലൂടെ കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും കൂടുതൽ ഊഷ്മളമാക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ മേഖല അതേതുമായിക്കോട്ടെ, അതാത് മേഖലയിൽ വളരെ ഗംഭീരമായിട്ട് ഹിപ്നോട്ടിക് വേർഡ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യക്തികളെ സ്വാധീനിക്കാം. അതുപോലെ തന്നെ മറ്റൊന്ന്, സ്പോർട്സ് മേഖലയിൽ വളരെ ഗംഭീരമായിട്ട്, അതിഗംഭീരമായിട്ട് ഹിപ്നോസിസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ പറ്റും. കലാമേഖലകളിൽ ഹിപ്നോസിസ് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അസാധാരണമായ വിജയങ്ങൾ നേടാൻ സാധിക്കും. ഇനി തുടർന്ന് പറയുകയാണെങ്കിൽ, ഹിപ്നോസിസ് ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത ഒരു മേഖലയുമില്ല. അതായത് എല്ലാ മേഖലകളിലും, ഏത് മേഖലയിലായാലും ശരി, അതിഗംഭീരമായിട്ട് തന്നെ ഹിപ്നോസിസ് അതിൻ്റെ സാധ്യതകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠനത്തോടുള്ള താല്പര്യം, പഠിക്കാനുള്ള ശേഷി, പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കഴിവ്, ഇതെല്ലാം ഹിപ്നോസിസിലൂടെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ ചില കുട്ടികൾക്കെല്ലാം പരീക്ഷാ ഭയമുണ്ടാകും. നമുക്കറിയാം, പരീക്ഷാകാലമാവുന്ന സമയത്ത് അവരിൽ അസാധാരണമായ വിധത്തിലുള്ള മാനസിക അസ്വസ്ഥതകൾ രൂപപ്പെടുക, അത് അവർ ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളിലേക്ക് തിരിച്ചുവിടുക. നമുക്ക് അറിയില്ലേ, ചില കുട്ടികളിൽ പരീക്ഷാകാലമാവുന്ന സമയത്ത് വയറുവേദന, അല്ലെങ്കിൽ തലകറക്കം, ക്ഷീണം, മറ്റേതെങ്കിലും വിധത്തിലുള്ള ശാരീരിക രോഗങ്ങൾ, ഇതൊക്കെ ഉണ്ടാകും നമുക്കറിയാമല്ലോ. ഇതെല്ലാം ഹിപ്നോസിസിലൂടെ പരിഹരിക്കാനോ ലഘൂകരിക്കാനോ ഒക്കെ സാധിക്കും. ഇതെല്ലാം വളരെ അത്ഭുതമെന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ടാകും. കാരണം അത്ര പെട്ടെന്നായിരിക്കും, അത്ര വേഗത്തിലായിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് ഇതിലൂടെയെല്ലാം കുഞ്ഞുങ്ങളിലും മറ്റ് വ്യക്തികളിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷെ ഞാനിതൊക്കെ പറയുമ്പോൾ ഹിപ്നോസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത് ഒരു സർവ്വരോഗ സംഹാരിയാണ്, ഒരു ഒറ്റമൂലിയാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. എങ്കിൽ പോലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സാധ്യത ഹിപ്നോസിസിനുണ്ട്. ശാരീരികമോ മാനസികമോ വൈകാരികമോ ആത്മീയമോ ഒരു പരിധിവരെ സാമ്പത്തികമോ ഒക്കെ ആയിട്ടുള്ള പുരോഗതി, അഭിവൃദ്ധി ഒരു വ്യക്തിയിൽ സംഭവിപ്പിക്കാൻ ഹിപ്നോസിസിലൂടെ അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പിയിലൂടെ തീർച്ചയായിട്ടും സാധിക്കും.
അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ ബന്ധപ്പെടാം. അതുപോലെ തന്നെ പ്രാഥമികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നേരത്തെയുള്ള വീഡിയോകളുണ്ട്. ഹിപ്നോസിസ് അവെയർനെസ് പ്രോഗ്രാം എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് തന്നെ ഈ ചാനലിലുണ്ട്, നോക്കുക. അതുപോലെ മറ്റൊന്നുണ്ട്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി. അതും ഹിപ്നോസിസിൻ്റെ മറ്റൊരു ഭാഗം തന്നെയാണ്. അതിനെക്കുറിച്ചും ധാരാളം വീഡിയോകൾ ഇതേ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതും ഒരു പ്ലേലിസ്റ്റായിട്ട് നിങ്ങൾക്കിവിടെ കാണാം. ഇനി അതോടൊപ്പം തന്നെ സെൽഫ് ഹിപ്നോസിസ് എന്താണ് എന്നുള്ളത്, അതുപോലെ തന്നെ സെൽഫ് ഹിപ്നോസിസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന 2 വീഡിയോകളുണ്ട്. അതും ഒരു പ്ലേലിസ്റ്റാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണുക. ഹിപ്നോസിസിനെ കുറിച്ച് നിങ്ങളുടെ ധാരണകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം വരുത്തുക. തെറ്റിദ്ധാരണകളില്ലായ്മ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇല്ലായ്മ ചെയ്യുക. കൂടുതൽ ആഴത്തിൽ പഠിക്കുകയും അറിയുകയും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക. അതിന് ഓൺലൈനായിട്ടായാലും ശരി, ഓഫ്ലൈനായിട്ടായാലും ശരി, അതിനുള്ള സൗകര്യമുണ്ട്. ആകെ വേണ്ടത് നിങ്ങൾക്ക് പഠിക്കണം, അറിയണം എന്നുള്ള ഒരു ചിന്ത മാത്രമാണ്. അപ്പോൾ ഹിപ്നോസിസ് കൂടുതൽ പഠിക്കണം, അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാം. അതുപോലെ ഹിപ്നോസിസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ടെങ്കിൽ താഴെ മെസ്സേജ് ചെയ്യുക, താഴെ ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. വ്യത്യസ്തമായ കൂടുതൽ അറിവുകൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.